ജംഷീറിന് എന്തൊക്കെയാണ് സാധാരണഗതിയിൽ ഈ ഘട്ടമാകുമ്പോഴേക്കും നമുക്ക് ആര് മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇവിടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രധാന ഘടകമാണ്. അതിന് PVA അൻവർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് ആര് മുൻപന്തിയിൽ എത്തുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത. കാരണം PVA അൻവർ ഇതുപോലെ സൈലന്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മാത്രമല്ല ഈ ദിവസങ്ങളിലാകുമ്പോഴേക്കും അദ്ദേഹം കുറെ കൂടി കോൺഫിഡന്റ് ആകുന്നു എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര് മുൻപന്തിയിൽ എത്തുമെന്നുള്ളതോ ഒരു പ്രവചനം നമുക്ക് ഇപ്പോഴും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഒരു ത്രികോണ മത്സരം ഉണ്ട് എന്ന് പറയാമോ? അതാണ് അങ്ങനെ പറയാം മത്സരം ഉണ്ട്. ത്രികോണ മത്സരം ആദ്യം നമ്മൾ ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, പ്രത്യേകിച്ച് ഈ പെരുന്നാളിന് മുൻപ്. അതിനുശേഷമാണ് PV അൻവറിന്റെ പ്രചരണം. അത് രണ്ട് തരത്തിലും വലിയ ഹോർഡിങ്ങുകൾ, അതോടൊപ്പം തന്നെ ഈ പ്രചരണ വാഹനങ്ങൾ, ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ. ഏറ്റവും അവസാനം അദ്ദേഹം ഇന്നലെ ഈ കാടിളക്കിയുള്ള റോഡ് ഷോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരം തന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ആയിരിക്കുന്നു. പൊതുവായി ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഇവരെല്ലാം പറഞ്ഞു കേട്ടാൽ മൊത്തത്തിൽ എന്തോ ഒരു തരം പിടികിട്ടായ്മ നിലമ്പൂരിലുണ്ടോ അവസാന മൊമെന്റിൽ എന്നൊരു സംശയം പോലെ. അങ്ങനെ ഉണ്ടോ? അറിയില്ല. പക്ഷെ ഞാൻ അൻവറൊക്കെ ജയിക്കട്ടെ എന്നുള്ള താല്പര്യം എനിക്കുണ്ട്. അതെന്താ അൻവർ ജയിക്കട്ടെ എന്ന് പറയാൻ കാര്യം? അത് നമ്മളെ പഴയൊരു നേതാവല്ലേ. വ്യക്തിപരമായ സ്നേഹമാണോ അതോ എന്തെങ്കിലും അൻവർ എന്തോ പ്രത്യേക കാര്യത്തിന് പണിയെടുക്കുന്നു? ഒന്നുമില്ല.